ഇപ്പോഴത്തെ നമുക്കറിയാം അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളാണ് ലോക പോലീസ് എന്നാണ്. ആ ഒരു ലോക പോലീസ് ചമയുന്ന നിലപാട് ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം വെടിനിർത്തൽ കരാറിന് താൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്ന് ഔദ്യോഗികമായി ആദ്യം പറഞ്ഞത് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചതും വെടിനിർത്തൽ ഉണ്ടാവുന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും പറഞ്ഞിരുന്നു, താൻ ഇടപെട്ടത് കൊണ്ടാണ്, താൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത്, തയ്യാറായതെന്ന്. അതിതാ ഇന്ന് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഒരു വിമർശിക്കാനുള്ള ഒരു ആയുധമായി പ്രതിപക്ഷം കോൺഗ്രസ് അതിനെ കാണുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു അവകാശവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരം പറയേണ്ടതുണ്ടോ? ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നടക്കുന്ന സമയത്ത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളുടെയും സ്നേഹിതന്മാര്, അടുപ്പമുള്ളവര് ഇടപെടുന്നത് സ്വാഭാവികം മാത്രമാണ്. സംസാരിക്കില്ലേ? ഇപ്പൊ നമ്മുടെ ഒരു അയൽവക്കത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അടുത്ത വീട്ടുകാരൻ ചോദിക്കില്ലേ എന്താ ഇവിടുത്തെ പ്രശ്നം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് ചോദിക്കില്ലേ എന്താ പ്രശ്നം എന്ന് അന്വേഷിക്കില്ലേ? ആ നിലയിൽ അമേരിക്കയുടെ നേതാക്കന്മാര് ഇന്ത്യയുടെ നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ടാവും, പാകിസ്ഥാനോടും സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനർത്ഥം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇന്ത്യ നടപടിയെടുത്തത് അല്ലെങ്കിൽ തീരുമാനമെടുത്തത് എന്നാണ്. അങ്ങനെ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണോ നരേന്ദ്രമോദി? നമ്മളൊരു കാര്യം കാണേണ്ടതുണ്ട്. മൻമോഹൻ സിംഗിന്റെ കാലത്തെ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള മുൻ പ്രധാനമന്ത്രിമാരുടെ കാലത്തെ പോലെയല്ല ഇന്നത്തെ ഇന്ത്യയുടെ സ്റ്റാച്ചർ. ലോകരംഗത്തുള്ള ഇന്ത്യയുടെ സ്റ്റാച്ചർ എന്താണ്? നരേന്ദ്രമോദി ഒരു ലോക നേതാവായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയമാണ്. ഉക്രൈൻ റഷ്യ പ്രശ്നം പരിഹരിക്കാനായിട്ട് ലോകം ഒരു മധ്യസ്ഥനെ പോലെ കണ്ടത്, പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് ലോകം കണ്ടത് നരേന്ദ്രമോദിയല്ലേ? ആ ഒരു സ്റ്റാച്ചർ നരേന്ദ്രമോദിക്കുണ്ട്. അത് കാണാതെ പോകാൻ പറ്റുമോ? അപ്പോ നരേന്ദ്രമോദിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും നടക്കുമെന്ന് ആരും വിചാരിക്കണം. വിളിച്ച നേതാക്കന്മാരോടൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ നിലപാട് എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ വെച്ചിട്ട്, കാശ്മീരിൽ വെച്ചിട്ട്, പഹൽഗാമിൽ വെച്ചിട്ട് നിരപരാധികളായ വിനോദസഞ്ചാരികളെ മതം അന്വേഷിച്ച് മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന ഭീകര പ്രവർത്തനമാണ്. അത് ലോകത്ത് കേട്ടിട്ടില്ലാത്ത വണ്ണമുള്ള ഭീകര പ്രവർത്തനമാണ്. അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. അതിന് തയ്യാറായവർക്ക് തക്കതായ പ്രതിഫലം, തക്കതായ തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ എന്ന നിലപാട് ഇന്ത്യ എടുത്തു. അത് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തു. അതാണ് നടന്നത്. അതിനിടയിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് ട്രംപ് ഇടപെട്ടോ മറ്റവരിടപെട്ടോ അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, പ്രാധാന്യവുമില്ല. നമ്മൾ നമ്മുടേതായ നിലയ്ക്കാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ വേറൊരാളുടെ സമ്മർദ്ദമില്ല. പക്ഷെ പാകിസ്ഥാന്റെ മേൽ ഒരുപക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിലാണ് പാകിസ്ഥാന് ഒരു $1 ബില്യൺ IMF-ൽ നിന്ന് വായ്പയായിട്ട് കിട്ടിയത്. ആ വായ്പ കിട്ടുന്നതിന് അമേരിക്കയുടെ കൺസെന്റ് വേണ്ടി വന്നിരുന്നു, അമേരിക്ക അനുഗ്രഹിക്കേണ്ടി വന്നിരുന്നു. അപ്പോ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പിന്നാലെ പോയിട്ടുണ്ടാവും. $1 ബില്യൺ കൊടുക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി ചർച്ച നടക്കുമ്പോ അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കും, യുദ്ധവും വായ്പ എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ കൊണ്ടായിരിക്കണം അവസാനം DGMO, അവിടുത്തെ DGMO ഇന്ത്യയുടെ DGMOനെ വിളിച്ചത്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തില് തിരിച്ചടി നേരിട്ട് തല പൊക്കാനാവാത്ത സ്ഥിതിയിലായിരുന്നു എന്നത് കൂടി മറന്നുകൂടാ. അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ പാളി. അവരുടെ കോപ്റ്ററുകൾ, യുദ്ധ വിമാനങ്ങൾ നിന്നിരുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ ആക്രമിച്ചു. ഇതൊക്കെ രംഗത്തുണ്ട്. ചില തുറമുഖങ്ങൾ ആക്രമിച്ചു, വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, അവരുടെ റഡാറുകൾക്ക് നേരെ ആക്രമണം നടന്നു.
മനുഷ്യ ജീവന് മാത്രം വില കൊടുത്തു. പാകിസ്ഥാനിൽ ഒരു 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 നിസ്സാര ഒരു പൗരനെ പോലും കൊന്നില്ല. പക്ഷെ 100 ഭീകരന്മാരെ കൊന്നു, 40ഓളം പട്ടാളക്കാരെ കൊന്നു. അതൊക്കെ അതൊക്കെ ഇന്ത്യയുടെ നിലപാടിനനുസൃതമായ നടപടി തന്നെയായിരുന്നു എന്നത് മറന്നുകൂടാം. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടാണ് എനിക്ക് ഏറെ അതിശയകരമായിട്ട് തോന്നിയത്. KC വേണുഗോപാലിനെ ഇപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ, സിബിലെ കരാർ വേണ്ടെന്ന് വെച്ചോ? ഈ സിന്ധു നദീജല കരാറ് മരവിപ്പിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞപ്പോ പാകിസ്ഥാനാ പറഞ്ഞത് ഞങ്ങൾ സിംല കരാറിൽ നിന്ന് പിന്മാറുകയാണ്. സിംല കരാറിൽ നിന്ന് പിന്മാറി എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്ക് അപകടമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സിംല കരാറ് ഇപ്പൊ നേരത്തെ നീതൊക്കെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെയോ അമേരിക്കയുടെയോ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഒപ്പിട്ട കരാറാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്ന 91,000 പാക് പട്ടാളക്കാരെ വെറുതെ കൊടുത്ത കരാറാണ്. അന്ന് പാക് അതിനെ കാശ്മീർ നമുക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഈ 91,000 പട്ടാളക്കാരെ തിരിച്ചു കൊടുക്കുമ്പോ ഒക്കെ നമുക്ക് തരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാകിസ്ഥാൻ സമ്മതിക്കുമായിരുന്നു. അമേരിക്കയും റഷ്യയും അതിനുവേണ്ടി നിലകൊള്ളുമായിരുന്നു. അതിന് പോലും തയ്യാറാവാതെ യഥാർത്ഥത്തില് ഇന്ത്യ അന്ന് 71 ഈ സിംല കരാറിലൂടെ ഒരർത്ഥത്തില് പാകിസ്ഥാന് മുമ്പിൽ അടിയറ വയ്ക്കുകയായിരുന്നു. ഇനി മേലാൽ യുദ്ധം ചെയ്യില്ല, അതിർത്തിയെ സംബന്ധിച്ച് തർക്കമുണ്ടാക്കില്ല എന്നൊക്കെ ആയിരുന്നില്ലേ കരാറ്. അത് നടന്നിട്ടുണ്ടോ? 2025 വരെ എത്ര വട്ടം അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിനും നമ്മുടെ അതിർത്തി നിർണയ രേഖ മറ്റു ബോർഡർ ഇന്റർനാഷണൽ ബോർഡറിലുമൊക്കെ എത്ര തവണ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കൂട്ടുനിന്നു. എത്ര തവണ അവര് അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് വെടിയുതിർത്തി. അന്നൊക്കെ എന്താ ചെയ്യാൻ പറ്റിയെന്ന് ഇന്ത്യക്ക്? അപ്പൊ പാകിസ്ഥാൻ ഒരു കാലത്തും സിംല കരാറിന് വില കൊടുത്തിരുന്നില്ല. ഇന്ത്യ അതൊരു വലിയ മഹത്വമായിട്ട്, കാരണം ഇന്ദിരാഗാന്ധി ഒപ്പിട്ട കരാറായതുകൊണ്ട് കോൺഗ്രസ്സുകാർ അത് തലയിലേറ്റുകൊണ്ട് നടന്നു എന്നതിനപ്പുറം അതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ വെറും അപകടകരമായ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഈ യുദ്ധ അന്തരീക്ഷം ചർച്ച ചെയ്യാൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം. യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ ഈ പോരാട്ടം അവസാനിക്കുന്നതിന് മുമ്പാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് അത്തരം ഒരു പ്രസ്താവന വന്നത്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നില്ല. രണ്ടാമത്തെ പ്രസ്താവന, ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ, യുദ്ധം നടത്തുന്ന രീതി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നു എന്ന്? ഞാൻ കേട്ടിട്ടില്ല. പണ്ട് ബോംബെ ഭീകരാക്രമണം ഉണ്ടായപ്പോ ഈ കോൺഗ്രസിന്റെ സർക്കാരായിരുന്നില്ല, അവരെന്താ ചെയ്തേ? ഇന്ത്യയുടെ ന്യൂസ് ചാനലുകൾക്ക് മുഴുവൻ താജ് ഹോട്ടലിന്റെ മുമ്പിൽ നിന്നിട്ട് ഇന്ന മുറിയിൽ ഇന്ന ആൾക്കാരുണ്ട്, ഇന്നത് നടക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാന് ലൈവായിട്ട് വിവരം കൊടുത്തത് നമ്മൾ കണ്ടിട്ടില്ലേ? അതൊന്നും ഇപ്പൊ നടക്കുന്നില്ലല്ലോ. അപ്പോ ഇത്തരം യുദ്ധം നടക്കുമ്പോൾ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്. അത് ഇന്ത്യ പാലിച്ചു. പാർലമെന്റിൽ ഒന്നും അത് ചർച്ച ചെയ്യാൻ പറ്റുകയില്ല, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രതിപക്ഷത്തെ നേതാക്കന്മാരോട് പോലും മുഴുവൻ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ടോ? കോൺഗ്രസിന്റെ ലോകസഭയിലെ ഉപനേതാവ് ഗോഗോയ്, അദ്ദേഹം ആസാമിൽ നിന്നുള്ള MP യാണ്. അദ്ദേഹത്തിനെതിരെ BJPയുടെ ദേശീയ വക്താവ് സന്ദീപ് പാത്രയും അതുപോലെ തന്നെ ആസാമിലെ മുഖ്യമന്ത്രി, ഇവര് രണ്ടുപേരും ഉന്നയിച്ച വലിയ ഗുരുതരമായ ആരോപണമില്ലേ? അട്ടാറി ആ ബോർഡറിലൂടെ ഈ ഗോഗോയ് പാകിസ്ഥാനിലേക്ക് പോയി 15 ദിവസം അവിടെ തങ്ങി, അവിടെ പലരുമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ പാകിസ്ഥാനിലുണ്ട്, അവരൊരു ബ്രിട്ടീഷ് സിറ്റിസനാണ്, അവർക്ക് ചില പാകിസ്ഥാനിലെ ചില സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ ആരോപണങ്ങൾ ഉയർന്നില്ലേ? അങ്ങനെ അത്തരത്തില് ഒരു പാക് ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ആരോപണ വിധേയനായ, ആക്ഷേപത്തിന് വിധേയനായ ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ ലോകസഭയിലെ ഉപനേതാവായിരിക്കുമ്പോ ഇന്ത്യ ഗവൺമെന്റിന് യുദ്ധം സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ തുറന്നു പറയാൻ കഴിയും? അത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാജ്യത്തിന് അത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസ്സുകാര് ഇപ്പോഴെങ്കിലും ദേശീയതയോടൊപ്പം നിൽക്കാൻ തയ്യാറാക്കണം. അവര് UPയുടെ കാലഘട്ടത്തില് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒപ്പിട്ടു, MOU ഒപ്പിട്ടതെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല.
അന്ന് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ആനന്ദ് ശർമ്മയും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുണ്ട്. ചൈനീസ് പ്രീമിയറും ഉണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അത് മാത്രമാണോ അതിന്റെ ഒരു പ്രതിഫലനമാവും ഈ രാജീവ് ഗാന്ധിയുടെ ഒക്കെ പേരിലുള്ള ട്രസ്റ്റിലേക്ക് ചൈനയുടെ വക സംഭാവനകൾ കിട്ടിയിട്ടില്ലേ, പണം വന്നിട്ടില്ലേ? ദാറ്റ്സ് ഓൺ റെക്കോർഡ്. ചൈനീസ് എംബസിയിൽ നിന്ന് പണം കിട്ടിയെന്നാണ് പറയുന്നത്. അത് വാർത്തകൾ മുമ്പ് വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞില്ല. ഡോക്ലാമില് ഭൂട്ടാൻ അതിർത്തിയില് ചൈനീസ് പട്ടാളം ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി തോക്കേന്തി നിൽക്കുന്ന സമയത്ത് ആ അർദ്ധരാത്രിയിൽ തലയിൽ മുണ്ടിട്ട് ചൈനയുടെ എംബസിയിൽ പോയത് രാഹുൽ ഗാന്ധിയല്ലേ? എന്തിനു വേണ്ടിയിട്ടാ പോയത്? അപ്പോ ഇവരുടെ രാജ്യസ്നേഹവും ഇവരുടെ പ്രതിബദ്ധതയും ഒക്കെ ആരെങ്കിലും സംശയിച്ചാൽ, ഞാൻ സംശയിക്കുന്നു എന്നല്ല, സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ലഡാക്കിലെ ചൈനീസ് പട്ടാളം ആക്രമണവുമായിട്ട് വന്നപ്പോ, ഇന്ത്യൻ സൈനികരെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ ചൈനയുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചത് രാഹുൽ ഗാന്ധിയല്ലേ? ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷമുള്ളപ്പോ എന്തെല്ലാം കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയും സർക്കാരിന്? ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ മാതാവായിട്ട് കാണുന്ന, മാതൃഭൂമിയായിട്ട് കാണുന്ന ജനതയ്ക്ക് ഇവരെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പാർലമെന്റിൽ വിളിച്ച് ചർച്ച നടത്തണം. പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണം. വിശദീകരണം രാജ്യത്തോട് നടത്തി കഴിഞ്ഞു നരേന്ദ്രമോദി ഇന്നലെ രാത്രി. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ആരോടും പറയാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസുകാര് കുറച്ചുകൂടി പക്വത കാണിക്കണം. രാഷ്ട്ര സംബന്ധമായ വിഷയങ്ങളിൽ, രാജ്യത്തെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കുറച്ചുകൂടി മാന്യതയും ശ്രദ്ധയും ഗൗരവവും കാണിക്കണം എന്നുള്ള ഉപദേശമാണ് എനിക്ക് നൽകാനുള്ളത്. എന്തായാലും മോദി ട്രംപിനെ ഇന്ത്യ അംഗീകരിച്ചു, അല്ലെങ്കിൽ ട്രംപിന്റെ വാക്കുകളെ അംഗീകരിച്ചാണോ ഇന്ത്യ വെടിനിർത്തൽ കരാറിന് സന്നദ്ധമായത് എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ് വിമർശനം. അങ്ങനെയെങ്കിൽ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ 93,000 പട്ടാളക്കാരെ, പാകിസ്ഥാൻ പട്ടാളക്കാരെ വെറുതെ തിരിച്ചയച്ച, അല്ലെങ്കിൽ POK തിരിച്ചാവശ്യപ്പെടാതിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മറക്കരുത് എന്നാണ് പറയാനുള്ളത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.